അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ
കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവരും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരച്ചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. പൊട്ടിനുറുങ്ങിയ മനസ്സുകളിൽ ദൈവം സൗഖ്യം പകരുന്നു. ആകുലമാകെ അകറ്റിയവൻ ശാന്തി ജനത്തിനു നൽകുന്നു. താരകനിരകളെ എണ്ണിയവൻ വിണ്ണിൽ നിയമിച്ചാക്കുന്നു. നാമമവയ്ക്കവനേകുന്നു, പാതയവയ്ക്കു തുറക്കുന്നു. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനുമതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവെ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനന സർവേശ, പരിപാവനന ബലവാനേ, പരിപാവനന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനന സർവേശ, പരിപാവനന ബലവാനേ, പരിപാവനന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ.
ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനന സർവേശ, പരിപാവനന ബലവാനേ, പരിപാവനന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വെളിപാടിന്റെ പുസ്തകത്തിലുള്ള വായന. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതിനുശേഷം ഞാൻ കണ്ടു, ഇതാ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആർക്കും സാധിക്കാത്ത വലിയൊരു ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും ജനങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളിയങ്കി അണിഞ്ഞ് അവരുടെ കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുൻപിലും നിന്നിരുന്നു. അവർ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, രക്ഷസിംഹാസനസ്ഥനായ നമ്മുടെ ദൈവത്തിൻ്റേതും കുഞ്ഞാടിൻ്റേതും. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുൻപിൽ കവിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ശക്തിയും ബലവും എന്നും എന്നേക്കും ആമേൻ. ശ്രേഷ്ഠന്മാരിലൊരുവൻ എന്നോട് ചോദിച്ചു, വെള്ളിയങ്കി അണിഞ്ഞ് ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ പ്രഭു, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇവരാണ് വലിയ ക്ലേശത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലായിരിക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ അവർക്കുമേൽ തൻ്റെ കൂടാരം വിരിക്കും. ഇനിയൊരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലായിരിക്കുന്ന കുഞ്ഞാടവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈശോ അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയ ജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുൻപന്മാരായ അനേകർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, 8 നോമ്പാചരണത്തിൻ്റെ 6ാം ദിനത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 8 നോമ്പാചരണം ഒത്തിരി പ്രാധാന്യമർഹിക്കുന്ന, സന്തോഷമർഹിക്കുന്ന ദിനങ്ങളാണ്. ഇടവക തിരുനാളിന് ശേഷമുള്ള ഏറ്റവും അടുത്ത ദിനങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മത്തിരുനാളിന് ഒരുക്കമായുള്ള പ്രാർത്ഥനകളുടെയും നൊവേനകളിലൂടെയുമൊക്കെ നമ്മൾ ഈ തിരുനാൾ ആചരിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു ആഘോഷത്തിൻ്റെ തിരുനാളാണ്. കാരണം അവരാണ് ഈ തിരുനാൾ ഇത്രയും മനോഹരമായിട്ട് നടത്തുക. കുറേയേറെ വർഷങ്ങളായിട്ട് അവരുടെ ഏറ്റവും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് ഈ തിരുനാൾ അവർ നടത്തുകയും ഇതിൽ നിന്ന് സ്വരുക്കൂട്ടുന്ന തുക കൊണ്ട് നല്ലൊരു ഭവനം വെച്ചു കൊടുക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെയും പ്രത്യേകം അഭിമാനത്തോടെ, നന്ദിയോടെ, പ്രാർത്ഥനയോടെ നിമിഷം ഓർക്കുകയാണ്. നമ്മൾ ഈ 6 ദിവസവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ കന്യകാമറിയം നമ്മളെ സംബന്ധിച്ച് ഈ 6 ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളിലെ 365 ദിവസം, ഓരോ വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രത്യേകം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. അതിൽ തെല്ലും സംശയം നമുക്ക് ആർക്കുമില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ജപമാല പ്രാർത്ഥന നടത്തിക്കൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയിലേക്ക് അടുക്കുക എന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി തന്നെ. എങ്കിലും പ്രത്യേകമായിട്ട് നമ്മൾ മാതാവിൻ്റെ തിരുനാളുകളെല്ലാം ആചരിക്കാറുണ്ട്. സഭയിൽ നമ്മൾ ആഘോഷിക്കുന്ന ജനന തിരുനാളുകൾ കുറവാണ്. നമ്മൾ സാധാരണ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുക മരണത്തോടനുബന്ധിച്ചാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഈ 8 ദിനങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളിലൂടെ കടന്നു പോയിട്ട് തിരുനാൾ പ്രത്യേകമായിട്ട് കൊണ്ടാടുകയാണ്. ഈ അഷ്ടദിനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിൻ്റെ, ഇഷ്ടപ്പെടുന്ന ദിനങ്ങളായിട്ട് മാറണം. പരിശുദ്ധ അമ്മയെ ഇഷ്ടപ്പെടുന്ന, ചില ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കുന്ന ദിനങ്ങളാണ് ഈ അഷ്ടദിനങ്ങൾ. നമ്മൾ പ്രത്യേകമായിട്ട് ഈ 8 ദിവസവും നോമ്പ് നോറ്റുകൊണ്ട്, ചില നിയോഗങ്ങൾ എടുത്തുകൊണ്ട്, ചില നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചില ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കുമ്പം നമ്മൾ വേറെ ചില ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മൾ ചില ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണമാകാം, ചിലപ്പോൾ നമ്മുടെ ചില ഹോബീസാകാം, ചിലപ്പോൾ നമ്മുടെ ചില ദുശീലങ്ങളാകാം. നമ്മുടെ തൽക്കാലത്തേക്ക് നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. 8 ദിവസം നമ്മൾ പൂർണ്ണമായിട്ട് വിശുദ്ധിയോടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ വേറെ ചില ഇഷ്ടങ്ങളെ, അതിലും പ്രധാനപ്പെട്ട, അതിലും നമുക്ക് ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ചില ഇഷ്ടങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിൻ്റെ മാധ്യസ്ഥം തേടി. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് മാതാവിൻ്റെ മാതൃക നമുക്ക് ഒത്തിരി സന്തോഷത്തിൻ്റെതായിട്ട് മാറേണ്ടത്. കാരണം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃക ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ച മാതൃകയായിരുന്നു. തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ സ്വപ്നങ്ങളുമൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ബാലിക ദൈവത്തിൻ്റെ ദൂതൻ്റെ സ്വരം കേട്ടിട്ട് തൻ്റെ ഇഷ്ടങ്ങൾക്ക് മുകളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം സ്ഥാപിച്ച ഒരമ്മയാണ്, ഒരു സ്ത്രീയാണ്. അവളാണ് ദൈവമാതാവായിട്ട് തീർന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചില ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ച് മറ്റിഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവിടെയും നമ്മൾ ഈശോയെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ ചില ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും
എൻ്റെ ഇഷ്ടങ്ങളെക്കാളുപരി നിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്ന ഒരു വീട്ടമ്മ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ 8 ദിവസം നോമ്പ് തോറ്റ് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ ദിവസവും പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയാണ്. അമ്മ എല്ലാ ദിവസവും ഈ ചേച്ചി പള്ളി വരും, പ്രാർത്ഥിക്കും. പക്ഷേ ഇന്ന് പ്രത്യേകമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇന്ന് എനിക്ക് ഇച്ചിരി സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഈ 8 ദിവസം ഞാൻ പ്രത്യേകമായിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചാണ് പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുക. പ്രത്യേക നിയോഗങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എനിക്ക് പള്ളിയിൽ വന്നെങ്കിലും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതിനോ പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നതിനോ സാധിച്ചിട്ടില്ല. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ വന്ന് കുർബാനയ്ക്ക് വരുമ്പോഴും ഞാൻ അവിടെ ബെഞ്ചിലിരിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയാണ്, ഒന്നും സന്തോഷത്തോടെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണമായിട്ട് ചേച്ചി തന്നെ പറഞ്ഞു വെച്ചത്, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കെട്ടിയവനുമായിട്ട് ഞാൻ ചെറിയൊരു വഴക്ക് ഉണ്ടാകാനിടയായി. വഴക്കെന്ന് പറയുമ്പോൾ വലിയ വഴക്കൊന്നുമല്ല, ചില അഭിപ്രായ വ്യത്യാസം. ഒരേ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, 2 അഭിപ്രായങ്ങൾ വന്നു, രണ്ടുപേരും 2 അഭിപ്രായമാണ് പറഞ്ഞത്. അവസാനം ചേച്ചി തന്നെ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു, ചേട്ടൻ പറഞ്ഞ കാര്യം പുള്ളിക്കാരി സമ്മതിച്ചു, ഓക്കെ നമുക്കങ്ങനെ ചെയ്യാം, എല്ലാം ഓക്കെ പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്തു പോയി. സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചതായിട്ടാണ്, എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെയാണ് ഈ അസ്വസ്ഥത. വീട്ടിൽ കുഞ്ഞുങ്ങളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്നു, വഴക്ക് പറയുന്നു. എന്നിട്ട് ചേച്ചി പറയുകയാണ്, ഇത്രയും ദിവസവും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, ഒരു കാര്യത്തിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ അമ്മായിപ്പനോടും അമ്മായിമ്മയോടും ഒക്കെ വഴക്ക്, കുഞ്ഞുങ്ങളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്ന എല്ലാ കാര്യത്തിലും അസ്വസ്ഥതയാണ്. പക്ഷേ ഇന്ന് എനിക്ക് പരിശുദ്ധ അമ്മ ഒരു തിരിച്ചറിവ് നൽകി. കാരണം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഇഷ്ടം എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടമല്ല. ഞാനൊരാഗ്രഹം പറഞ്ഞു, നടന്നില്ല. പക്ഷേ ഞാൻ ഇത്രയും നാളും കരുതിയത് എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. പക്ഷേ അതെൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടമല്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് ഇന്ന് കിട്ടിയത് കൊണ്ട് എനിക്കിന്ന് സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അമ്മ അത് സന്തോഷത്തോടെ സ്വീകരിച്ചത്. ഇവിടെ ഈ അമ്മയും ഇപ്പോൾ തിരിച്ചറിഞ്ഞു, ഇന്ന് തിരിച്ചറിഞ്ഞു, ഞാൻ ഇത്രയും നാളും കരുതിയത് എൻ്റെ ഭർത്താവിൻ്റെ ആണെന്നാണ്. പക്ഷേ അതല്ല, മറിച്ച് എൻ്റെ ഭർത്താവിലൂടെ കർത്താവാണ് ഈ ഇഷ്ടം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഇഷ്ടത്തെ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമായിട്ട് ഞാൻ സ്വീകരിക്കാനുള്ള ഉറച്ചത് കൊണ്ട് എനിക്ക് ഇന്ന് മുതൽ അസ്വസ്ഥതയില്ല. എനിക്ക് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് ആത്മാർത്ഥതയോടെ പങ്കെടുക്കാൻ കഴിഞ്ഞു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ ദൈവിക ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ദൈവിക ദൂതനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ദൈവം തൻ്റെ ദൂതന്മാരായിട്ട് അയക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരെ ആകാം, നമ്മുടെ ഭാര്യമാരെ ആകാം, നമ്മുടെ മാതാപിതാക്കളെ ആകാം, നമ്മുടെ മക്കളെ ആകാം, നമ്മുടെ മേലധികാരികളെ ആകാം, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കളെയോ ഒക്കെ ആകാം. ഇവരെയൊക്കെ ചിലപ്പം ദൈവിക ദൂതരായിട്ട് കർത്താവ് നമ്മുടെ പക്കലേക്ക് പറഞ്ഞയക്കും, കർത്താവിൻ്റെ ദൂതുമായിട്ട്. ഈ നമ്മളോട് പറയപ്പെടുന്ന ഈ വചനങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ അസ്വസ്ഥതകളെല്ലാം മായും. പലപ്പോഴും നമ്മുടെ അസ്വസ്ഥതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഇഷ്ടങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്, എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നുള്ള യഥാർത്ഥ ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വന്നാൽ എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ വഴക്കുകളും പൂർണ്ണമായിട്ട് മാറും. ഇന്ന് ഈ ചേച്ചി ഇതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും പുതിയൊരു സന്തോഷത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ ഒരു ചിന്തയാണ് കടന്നു വന്നത്. നിങ്ങളോടും അത് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പം നമ്മളോട് പറയപ്പെടുന്ന ഓരോ വചനങ്ങളെയും, ഓരോ വാക്കുകളെയും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും എടുത്ത് അതിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയട്ടെ. കർത്താവിൻ്റെ ശബ്ദം എന്നോട് പറയപ്പെടുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കും. നമ്മൾ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടി തുടർന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ ഇഷ്ടങ്ങളെ കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്, ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നവനല്ല. നമുക്കറിയാം, ബർത്തലോമിയോസ് അന്ധയാചകൻ പ്രാർത്ഥിച്ചപ്പോൾ, ഉറക്കം നിലവിളിച്ചപ്പോൾ കർത്താവ് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ നിന്നിട്ട് അവനെ വിളിക്കാൻ ചോദിച്ച കാര്യം, നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ്റെ ഇഷ്ടത്തെ മാനിക്കുന്ന ഒരു കർത്താവാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അടിച്ചേൽപ്പിക്കുകയൊന്നുമല്ല.
പക്ഷേ നന്മയുടെ വഴി നമുക്കേതാണോ ഏറ്റവും നന്മയായിട്ടുള്ളത് ആ കാര്യം സാധിച്ചെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് കർത്താവ് നൽകുക. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ ബലിയോടെ അർപ്പിക്കുമ്പോൾ. തുരുത്തി ഇടവക നൽകിയ ഓർമ്മകളൊന്നും നിറം മങ്ങി പോയിട്ടില്ല. 2.5 മാസമേ ആയുള്ളൂ ഇവിടുന്ന് പോയിട്ട്. ഒത്തിരി സന്തോഷത്തോടെ ബലി അർപ്പിക്കുന്നു. വീടുമേൽത്താരെ ബലി അർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്നുമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. തുടർന്നുള്ള പ്രാർത്ഥനയിലും ഓർക്കുക. നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവ് ഞങ്ങളുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരണവനായ പിതാവേ, ആശ്വാസദായനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷണ പരിപാലകനും സകലത്തിന് ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകലസഭകളുടെയും സമാധാനത്തിന് ഐക്യത്തിന് നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയവസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമർത്ഥമായ വിളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സഭമുറിന് തലവനായ ഞങ്ങളുടെ അഭിഷ്ടപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേലധീശന് പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും അവരുടെ സഹശുശ്രൂഷയുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന് അനുഗ്രഹത്തിന് മലഹേക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈപ്പിനെ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകന അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം
പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും
സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരിമാർ എന്നിവരുടെയും ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തുനിന്ന് വേർപെട്ടു എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മെ സഹായത്തിന് രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ വിശുദ്ധീകരണം കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവ് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന ശുശ്രൂഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാനസമരി സമാധാന സമുദ്രാനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങളെ സുഖത്തിലേക്ക് ഇരുത്തി നിശബ്ദരായി ഏകാന്തരുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിൻ
ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നാം ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും മിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസറിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേൽദക്ഷനുമായ മറിയ ഔസേപ്പ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരാൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലിശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരണത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായനോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവതോ അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവനനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങു നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും
പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും അമൂല്യമായ രഹസ്യങ്ങളെയും നമുക്കെല്ലാവർക്കും പര്യാദങ്ങളോടെ സമീപിക്കാം. അനുതാപ്തനുള്ളവാർന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെ നാഥനെ ദൈവത്തോട് കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ദേശത്തു നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മരക്ഷയ്ക്കും കാരണമാട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ ധനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്കു നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടാകട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സുരുവിൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. മനസ്സുരുവിൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. വാവാ എൻ്റെ ഈശോയെ, വാവാ എൻ്റെ ഈശോയെ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ.
ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യ ജീവൻ നൽകും അപ്പമാകുമ്പോൾ ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യ ജീവൻ നൽകും അപ്പമാകുമ്പോൾ ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്രയിലേറ്റുവാങ്ങിടാ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകിയ അച്ഛനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ തൊട്ടടുത്ത നാൾ വരെ ഇടവകയുടെ സ്വന്തമായിരുന്നു. ഇപ്പോൾ തൻ്റെ ശുശ്രൂഷ മേഖല മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഗിഗിരി മേപ്പുറത്തച്ഛൻ അച്ഛനെ പ്രത്യേകമായിട്ട് ഈ കൂട്ടായ്മയുടെ പേരിൽ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ, ഈ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ അച്ഛനെ കൂടുതൽ ദൈവാനുഗ്രഹം വർഷിക്കാനും അങ്ങനെ അമ്മയുടെ മധ്യസ്ഥയിൽ അച്ഛൻ ഇപ്പോൾ ആയിരിക്കുന്നിടത്തുമായി കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള കൃപ ലഭിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്നത്തെ ദിവസത്തെ തിരുനാളിന് ക്രിസ്ത്യാനിമാരായ 48 പേരുണ്ട്. അവരെ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെയും പ്രത്യേകമായി ഈ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ യുവജനങ്ങളുടെ നേതൃത്വം നടത്തുന്ന ഈ 8 നോയമ്പിൻ്റെയും അതിൻ്റെ തിരുനാളിൻ്റെയും സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ തീഷ്ണതയോടെ നോയമ്പിൻ്റെ ഭാഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളെ കടത്തിവിടാം. അങ്ങനെ കർത്താവിൻ്റെ കൃപ കൂടുതലായി അനുഭവിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. മനുഷ്യർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായി ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാത്ത കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടി നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സ്രഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുശ്രകവും പരിശുദ്ധവും ജീവിതായകം ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കൂടെ നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതനെ സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനെ അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന്
ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യം ആർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയിർപ്പിക്കും. നിത്യായുസ്സവൻ ഏകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്ന് ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹം എന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിറച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി
തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. കൃപയോലും കന്യാമാതേ, സ്ത്രീകളിലേറ്റം ധന്യേ, സ്വസ്തി മറിയമേ നിൻ ചാരേ വരുന്നു ഞങ്ങൾ. സകല തലമുറയും കീർത്തിക്കും അംബികയെ, ദാവീദിൻ പുത്രിനാഥേ, നീയല്ലോ ഭാഗ്യവതി. കർത്താവിൻ ദാസീതാ, നിന്നിഷ്ടം വന്നിടട്ടെ എന്നൂര ചെയ്തു നീയോ, കർത്താവിനമ്മയായി. എരിയുന്ന മുൾപടർപ്പാ, ദൈവാഗ്നി ജ്വാലകളാ, നിറയും മഹത്വമീഴും സ്വർഗീയ താരകം നീ. കാലിത്തൊഴുത്തതിലും കാനായിൽ കാൽവരിയിൽ തൻ പുത്രനോടു ചേർന്ന ഭാഗ്യമീയെന്നോരമ്മ. പ്രാർത്ഥന തേടുന്നോരേ, കൈവിടാതെന്നും ചാരേ ചേർത്തണച്ചിടും നല്ലോ, രമ്മ നീയല്ലോ തായേ. കർത്താവായ ദൈവമേ, കൃപാവരപൂർണ്ണയും നിർമ്മല കന്യകയും മിശിഹായുടെ ഭാഗ്യപ്പെട്ട മാതാവുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടി നിന്റെ സന്നിധിയിൽ അഭയം തേടുന്ന നിന്റെ വത്സല മക്കളെ തൃക്കൺ പാർക്കണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മനസ്സിനെ കീഴ്വഴങ്ങിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയനുസരിച്ച് ദൈവഹിതം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. സുഹൃതവതിയും സേവനചരിതയും അനുഗ്രഹസമ്പന്നയുമായ മറിയത്തെ ഞങ്ങൾക്കു നൽകിയ നിന്റെ കൃപാതിരേകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. തിരുസഭയുടെ മാതാവും മാതൃകയും മധ്യസ്ഥയുമായ മർത്തമറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായത്താൽ ഞങ്ങൾക്ക് ആവശ്യകമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ, ബാവായും പുത്രനും റൂഹാദുദശയുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, ആയുഷ്കാലം മുഴുവൻ അവനെ പുകഴ്ത്തുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ദൈവത്തെ ഞാൻ പാടി സ്തുതിക്കും. അധികാരികളിലോ മറ്റാരിലോ നിങ്ങൾ ആശ്രയം വയ്ക്കരുത്, രക്ഷ നൽകാൻ അവർക്കാകുകയില്ല. ശ്വാസം നിലയ്ക്കുമ്പോൾ അവർ മണ്ണിലേക്ക് മടങ്ങുന്നു, അവരുടെ പദ്ധതികളെല്ലാം തകരുന്നു. യാക്കോബിന്റെ ദൈവം തുണയായുള്ളവൻ ഭാഗ്യവാനാകുന്നു, അവന്റെ ആശ്രയം ദൈവമായ കർത്താവിലാകുന്നു. കർത്താവ് വിശക്കുന്നവർക്ക് ആഹാരമേകുന്നു, ബന്ധിതരെ സ്വതന്ത്രരാക്കുന്നു. കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നു, അഗതികളെ പരിപാലിക്കുന്നു. അനാഥരെയും വിധവകളെയും പോറ്റുന്നു, അധർമ്മികളുടെ മാർഗം തകർക്കുന്നു. ബാവായ്ക്കും പുത്രനും റൂഹാദുകുദിശായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ സുസ്ഥിരമായ അഭയസങ്കേതവും നിത്യമായ പ്രകാശവും ശാശ്വതമായ പ്രത്യാശയുമായ മിശിഹായി, ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും ക്ലേശങ്ങളിൽ തുണയും നൽകണമേ.
ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന കർത്താവെ, ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ അധ്വാന ഭാരത്തെയും ജീവിത ക്ലേശങ്ങളെയും സമചിത്തതയോടെ ഏറ്റെടുക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തന്നെ സ്നേഹിക്കുകയും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പകർത്തുന്ന സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പൂർണ്ണനിൽ ഭവിക്കട്ടെ എന്ന് ഏറ്റുപറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ രാവകൾ ദൈവപ്രമാണങ്ങൾ ധ്യാനിച്ചും ദൈവേഷ്ടമറിഞ്ഞും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധ റൂഹായാൽ ആവസിക്കപ്പെട്ട് പരിശുദ്ധനായ പുത്രനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത മറിയത്തെ പോലെ ഞങ്ങളും വ്യർത്ഥ ചിന്തകളിൽ നിന്ന് മോചിതരായി പരിശുദ്ധ റൂഹായുടെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവനെന്ന് ഏറ്റുപറഞ്ഞ മറിയത്തിന്റെ ആഹ്വാനം ചെവിക്കൊണ്ട് ദൈവവചനം ശ്രവിക്കുവാനും അവ പ്രാവർത്തികമാക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധിയുടെ നിറവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ എല്ലാ മനുഷ്യരും തങ്ങളുടെ വിളിക്കനുസരിച്ച് കന്യകാത്വം സംരക്ഷിക്കുവാനും ചാരിത്രത്തിന് ഭംഗം വരുത്താതെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയിൽ വളരുവാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായ്ക്ക് സഭയോടുള്ള സ്നേഹത്തിന്റെ കൂതാശയായി വിവാഹത്തിലൂടെ ബന്ധിതരായ ഭാര്യ ഭർത്താക്കന്മാരെ വിശ്വാസത്തിലും വിശ്വസ്തതയിലും സ്നേഹത്തിലും പരിപാലിക്കണമെന്നും ദൈവം നൽകുന്ന മക്കളെ വിശുദ്ധിയിലും സുഹൃത്തുക്കളിലും വളർത്തുവാൻ അവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുഞ്ഞുങ്ങൾ സന്മാർഗത്തിൽ ഉറച്ചു നിന്ന് ദൈവിക കൃപയിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും യുവതി യുവാക്കന്മാരുടെ ജീവിതാന്തസ് കണ്ടെത്തി വിശുദ്ധിയുടെ മാർഗത്തിൽ മുന്നേറുവാനും വയോധികർ സംതൃപ്തിയിലും പ്രത്യാശയിലും വ്യാപരിക്കുവാനും വേണ്ട കൃപ നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും ഐക്യവും കൈവരുത്തണമെന്നും ഭൂമുഖത്ത് നിന്ന് യുദ്ധങ്ങളും ദുരന്തങ്ങളും അക്രമവും അടിമത്വവും നീക്കിക്കളയണമെന്നും അഭയാർത്ഥികളെയും കാരാഗ്രഹവാസികളെയും പ്രത്യാശയിൽ സംരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കൃഷിഭൂമിയും തൊഴിലിടങ്ങളിലും വ്യാപരിക്കുന്നവർ പരിസ്ഥിതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി അധ്വാനിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സന്താന ഭാഗ്യമില്ലാതെ ക്ലേശിക്കുന്നവരുടെയും തൊഴിലില്ലായ്മയിലും ജീവിതത്തിന്റെ തകർച്ചകളിലും ദുഃഖങ്ങളിലും കഴിയുന്നവരുടെയും കണ്ണുനീർ തുടച്ചു നീക്കി അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും മൗനമായി നിന്ന് നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥത്തിൽ കർത്താവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഇഹലോക ജീവിതത്തിൽ നിന്റെ തിരുവിഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. പ്രത്യേകമായി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളുകയും ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. രോഗങ്ങളിൽ സൗഖ്യവും പീഡകളിൽ ആശ്വാസവും പരീക്ഷകളിൽ വിജയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പൈതൃകമായ പരിപാലനത്തിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നല്ല ശരണവും നിറയ്ക്കണമേ. സകല കൃപാവരങ്ങളുടെയും നിക്ഷേപാലയവും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ബാവായും പുത്രനും റുഹാദ കുദിശായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്നാത്മാവ് പ്രകീർത്തിക്കും കർത്താവിനെ നിറമനമോടെ എന്നുടെ ഹൃദയം മോദിപ്പൂ രക്ഷകനാകും ദൈവത്തിൽ. തന്നുടെ എളിയൊരു ദാസീവൾ എന്നിൽ നാഥൻ സംപ്രീതൻ. ജനതകൾ എന്നുടെ ഭാഗ്യത്തെ തലമുറ തോറും കീർത്തിക്കും. തന്നെ ഭയക്കുന്നവരുടെ മേൽ തലമുറ തോറും കാരുണ്യം ചൊരിയും നമ്മുടെ ദൈവത്തെ
വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. കരബലം അവനിഹ വെളിവാക്കി ഗർവുള്ളവരെ ചിതറിച്ചു. ശക്തരെ ഉന്നത പീഠത്തിൽ നിന്നും താഴെ ഇറക്കിയവൻ. പശിയുള്ളോർക്കു വിശിഷ്ടതരം വിഭവം നൽകി പോറ്റിയവൻ. ധനമുള്ളവരെ വെറും കൈയോടവനു ദൂരയച്ചല്ലോ. അബ്രാഹമോടും തനയരോടും അരുളി ചെയ്തതുപോലെ മുതാ തന്നുടെ കരുണകൾ ഓർത്തിടുവാ തുണ ഇസ്രയേലിനു നൽകിയവൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. തിരുസഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും വചനത്താലും കൂദാശകളാലും പരിപോഷിപ്പിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിൻ്റെ സ്നേഹപരിപാലനത്തിൽ ആശ്രയിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളുടെയും കുറവുകളെയും ദൈവതിരുവിഷ്ടത്തിന് സമർപ്പിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായത്താൽ നിങ്ങളുടെ ആശകൾ സഫലമാവുകയും പ്രതീക്ഷകൾ പൂവണിയുകയും ചെയ്യട്ടെ. പീഡകളിൽ നിന്നും ദുഷ്ടപിശാചിൻ്റെ കെണികളിൽ നിന്നും കർത്താവിൻ്റെ ശ്ലീവായുടെ ശക്തിയാൽ നിങ്ങൾ രക്ഷിതരാകട്ടെ. റൂഹാദുദശയാൽ നിറഞ്ഞ് പുണ്യപ്രവൃത്തികളിൽ വ്യാപരിച്ച് ലോകത്തിൽ മിശിഹായ്ക്ക് സാക്ഷികളാകുവാനും നിത്യസ്വഭാഗ്യം പ്രാപിക്കുവാനും നിങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോ